15 വർഷമായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുവാൻ തുടങ്ങിയിട്ട് ഇതുപോലുള്ള നിരവധി സാഹചര്യങ്ങൾ നമ്മൾ പലപ്പോഴും തരണം ചെയ്തിട്ടുണ്ട്. എങ്കിലും കൊച്ചുകുട്ടികൾക്ക് നേരെയുള്ള ഇതുപോലുള്ള അതിക്രമങ്ങൾ അത് പറയുമ്പോൾ പോലും നമുക്ക് സങ്കടമാണ്. മോശം പോയിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞിനെ കൊണ്ട് കഴിപ്പിച്ചു. പഞ്ചസാര ഇട്ട് കൊടുത്താണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് കഴിപ്പിച്ചത്. അവരുടെ വസ്ത്രങ്ങളെല്ലാം മാറ്റുകയും കുഞ്ഞിനെ കൊണ്ട് മാറി പിടിപ്പിക്കുകയും എന്തായാലും ഒരു 4.5 വയസ്സുകാരൻ നേരെയുണ്ടായ അതിക്രമണത്തിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. എന്നെ വിവാഹം കഴിപ്പിച്ചുകൊണ്ട് പോയിരിക്കുന്നത് കൊല്ലമാണ്. ത്തിൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. മഹേഷ് എന്നാണ് പേര്. ഇപ്പം ഞങ്ങൾ നിയമപരമായിട്ട് ബന്ധം വേർപിരിഞ്ഞിട്ടില്ല. ഡിവോഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇപ്പം നിലവിൽ അവിടെയും ഇവിടെയായിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും അമ്മായിയമ്മ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. ഒപ്പം എൻ്റെ കുഞ്ഞിനെ അമ്മായിയമ്മ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ കുഞ്ഞിന് അവരുടെ വസ്ത്രങ്ങളെല്ലാം മാറ്റുകയും കുഞ്ഞിനെ കൊണ്ട് മാറി പിടിപ്പിക്കുകയും യൂറിൻ പാസ് ചെയ്യുന്നിടത്ത് കുഞ്ഞിനെ വിരൽ കയറ്റുകയും അങ്ങനെ വളരെ മോശമായ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് കൂടാതെ കുഞ്ഞിനെ കൊണ്ട് ചെയ്യിക്കുന്നത് വെച്ചാൽ കുഞ്ഞ് മോശം പോയിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞിനെ കൊണ്ട് കഴിപ്പിച്ചു. കുഞ്ഞ് കഴിക്കാൻ പറഞ്ഞിട്ട് ആദ്യം കുഞ്ഞ് കഴിച്ചില്ല. നിഷേധിച്ചപ്പോഴത്തേക്കും പഞ്ചസാര ഇട്ട് കൊടുത്താണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് കഴിപ്പിച്ചത്. ഇത്തരം നിരന്തരമായ ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞ് വന്ന് പറഞ്ഞെങ്കിലും ആദ്യം എന്നോടല്ല എൻ്റെ അമ്മയോടാണ് കുഞ്ഞ് തുറന്നു പറഞ്ഞിട്ട് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് തിരക്കിയപ്പോഴാണ് കുഞ്ഞ് പറയുന്നത് കുഞ്ഞിനെ കൊണ്ട് നിരന്തരമായി ഇത്തരം വൃത്തികേടുകൾ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. അവർ കല്യാണം കഴിച്ച ഉടനെ തന്നെ അവർ 3-ാമത്തെ ദിവസം തൊട്ട് അവർ ഗോൾഡ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഗോൾഡ് വിൽക്കണം, എത്രയും പെട്ടെന്ന് വിൽക്കണം. ഇതായിരുന്നു ആദ്യത്തെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ പലതവണ ഹസ്ബൻഡിനോട് അത് കഴിഞ്ഞിട്ടും അവർ നിരന്തരമായി ഇതേ ചോദ്യങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഗോൾഡ് വിൽക്കാൻ, എന്താണ് നിനക്ക് പ്രയാസം? ഞാൻ പറഞ്ഞു ഫിനാൻഷ്യലി പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നത് എനിക്ക് ഫിനാൻഷ്യലി ഇപ്പോൾ പ്രോബ്ലം ഒന്നും ഇല്ല. അപ്പം നിരന്തരമായിട്ട് അമ്മായിയപ്പനുമായിരുന്നു ഇത് സ്ഥിരം ചോദിച്ചുകൊണ്ടത്. പിന്നെ ആയപ്പം ഹസ്ബൻഡും ചോദിക്കാൻ തുടങ്ങി, നിനക്ക് എന്തുകൊണ്ട് നിൻ്റെ കയ്യിലിരിക്കുന്ന ഗോൾഡ് വിറ്റുകൂടാ? ഞാൻ വെച്ച് കാര്യങ്ങൾ പറയൂ, ഞാൻ അങ്ങനെയാണെങ്കിൽ അതിനെന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് തുറന്നു പറഞ്ഞിട്ട് പോലും അമ്മായിയമ്മയ്ക്ക് അതിന് ഞാൻ എതിർത്ത് നിൽക്കുന്നത് കൊണ്ട് ഹസ്ബൻഡ് വരുമ്പോൾ ഓരോരോ ചെറിയ പ്രശ്നങ്ങളുണ്ടാക്കി എന്നെ നിരന്തരമായി ദേഹോപദ്രവവും വലിച്ചിഴക്കലും എന്നെ ശാരീരികമായി എന്നെ ഇനി ചെയ്യാനൊന്നുമില്ല. കുഞ്ഞിനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പോലും ഒരു ദയവും കാണിക്കാതെ പോലും എന്നെ അപ്പോഴും ശാരീരികമായി ശരിക്കും ഉപദ്രവിക്കുമായിരുന്നു. ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊല്ലം ചൈൽഡിലും പരൂർ പോലീസ് സ്റ്റേഷനിലുമാണ് കംപ്ലൈൻറ്റ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഞങ്ങൾ ചൈൽഡിലാണ് ആദ്യം കൊടുത്തത്. അവിടുന്ന് അവർ നേരിട്ട് കുഞ്ഞിൻ്റെ മൊഴികളെല്ലാം എടുത്തു. അത് കഴിഞ്ഞിട്ട് പരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെയും കുഞ്ഞിനെയും വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിളിപ്പിച്ച് മൊഴിയെടുത്തതിൽ കുഞ്ഞ് എൻ്റെ മുന്നിൽ ഇരുന്ന് പറഞ്ഞ ഒരു കാര്യങ്ങളും, അതായത് അമ്മായിയമ്മയെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യങ്ങളും, കുഞ്ഞ് അനുഭവിച്ച ഒരു കഷ്ടപ്പാടും അവരതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് ന്യായമായ ഒരു കാര്യങ്ങളും അതിൻ്റെ അകത്ത് വന്നിട്ടില്ല. ചൈൽഡിൽ നിന്നാണെങ്കിലും ഇപ്പം വന്നിരിക്കുന്ന റിപ്പോർട്ടും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടല്ല. അവിടുന്ന് മൊഴിയെടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷവും കുഞ്ഞിനോട് ചോദിച്ചു, എന്താണ് അങ്കിൾ ചോദിച്ചത്? അമ്മ എന്നെ ബുദ്ധിമുട്ടിപ്പിച്ച കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്കിളിനോട്. അപ്പം അവരും പറയുന്നത് ഞങ്ങൾക്ക് ന്യായമായ ഒരു കാര്യമല്ല, മൊഴിയല്ല അവരവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊരു സംഭവം? പിന്നെ ഇവരെ വിരലൊക്കെ ഇട്ട് തൊടാൻ പറഞ്ഞ് ഞാൻ തൊട്ട്. പിന്നെ ഇവരെ വലിക്കാൻ പറഞ്ഞ്. പിന്നെ അച്ഛൻ അടിച്ച്. അതെ. അതിന് വേറൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കുഞ്ഞിന് കൃത്യമായ ആഹാരം കിട്ടുന്നില്ല. എൻ്റെ മോളെ കൊച്ച ആദ്യം എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്. പിന്നെ ഞാൻ കുഞ്ഞിനെ വിളിക്കാനായിട്ട് ചെന്നപ്പം ബസ് സ്റ്റാൻഡിൽ അവൻ്റെ അച്ഛൻ കൊണ്ടാക്കി. അപ്പോൾ അച്ഛൻ ചോദിച്ചു പോട്ടോ മോനെന്ന് ചോദിച്ചിട്ട് ഇവൻ മറുപടി പറയുന്നില്ല, നോക്കുന്നില്ല, തിരിഞ്ഞു നിൽക്കുക. വീണ്ടും ഒന്നുകൂടെ ചോദിച്ചിട്ട് മറുപടി പറയുന്നില്ല, തിരിഞ്ഞു നോക്കി മറുപടി പറയുന്നില്ല. അപ്പോൾ
ഞാൻ വിളിച്ചുകൊണ്ട് വന്ന് ബസ്സിൽ കയറിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മോനെ മോൻ്റെ അച്ഛൻ ചോദിച്ചിട്ട് മോൻ മിണ്ടാത്തത്? അത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് അമ്മമ്മ എടുത്ത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മോയി അച്ഛൻ്റെ കൂടെ മിണ്ടാ? അത് അച്ചാമ്മ എന്നെ ഉടുപ്പൊക്കെ ഊരിച്ചിട്ട്, അച്ചാമ്മയുടെ ഉടുപ്പ് ഊരിയിട്ട് എൻ്റെ കൈ വെച്ച് അച്ചാമ്മയുടെ ഇവിടെ പിടിക്കാൻ പറഞ്ഞ് പിടിച്ച് വലിക്കാൻ മാറില്ല. പിന്നെ മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് കുഞ്ഞിൻ്റെ കൈ പിടിച്ച് കയറ്റിയെന്നും പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ ചൈൽഡിൽ അറിയിച്ച്, കൊല്ലം ചൈൽഡിൽ അറിയിച്ചപ്പം അവിടെ ചെന്ന് കൊച്ചിൻ്റെ തെളിവെടുത്ത് ഞാനും എൻ്റെ മോളും കൂടെ പോയത്. മോയി അവിടെ കൊടുത്തപ്പം അവർ മൊഴിയെടുത്തിട്ട് നമുക്ക് അതിനനുകൂലമായിട്ടുള്ള മറുപടിയല്ല തന്നത്. അവരിങ്ങനെ പിടിപ്പിച്ചെന്ന് അത് കാണിക്കുന്നില്ല. തീട്ടമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ പിടിപ്പിച്ചതായിട്ട് കാണിക്കുന്നില്ല. രേഖ ശരിക്കും ആയിട്ടില്ല. എന്നിട്ട് അവർ പരവൂർ പോലീസ് സ്റ്റേഷനിലും അങ്ങോട്ട് അയച്ചിട്ട് അവിടെ ചെന്നപ്പോഴും കുഞ്ഞ് പോലീസിനോടും പറഞ്ഞ് പിന്നെ ഇങ്ങനെ പിടിച്ച കാര്യങ്ങളും അപ്പി തിരിച്ചതും അവൻ്റെ അച്ചാമ്മയുടെ വസ്ത്രം ഊരിയിട്ട് പിടിപ്പിച്ചതും എല്ലാം കുഞ്ഞ് പറഞ്ഞു. എന്നിട്ടും അവിടെയും മൊഴി തന്നിട്ടില്ല. ആൻസർ നമുക്ക് നല്ലതല്ല വന്നത്. പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അന്വേഷിക്കും കേട്ടോ. ആ ശരിയെന്നാ.